അറ്റാക്ക് വന്നാൽ അതിന് മുമ്പ് ഇവിടുന്ന് മാറണം. കാര്യം വണ്ടി പിടിച്ച് പെട്ടെന്ന് വണ്ടി കിട്ടിപ്പോകാൻ ആശുപത്രി പോകാൻ പറ്റിയ ഒരു സാഹചര്യം. അതായത് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറയുന്നത് ഈശോ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിനേക്കാളും വിഷയം എന്താണ്? വണ്ടി നെഞ്ചുവേദന വന്ന വണ്ടി വിളിച്ചാൽ അപ്പോൾ വണ്ടി വരണ ഒരു സ്ഥലത്ത് എത്തണം, മിനിമമാണ്. പക്ഷേ ജീവൽ പ്രധാനമായ ആവശ്യമാണത്. അപ്പോൾ വിജി എന്താ ചെയ്യണത്? ആ സ്ഥലം ആരും വാങ്ങിക്കത്തില്ലെന്ന് ഉറപ്പാണ്. കാര്യം നമുക്ക് വേണ്ടേ പിന്നെ മറ്റുള്ളവർ വാങ്ങിക്കുക. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കാൻ പാടായിരിക്കും. അപ്പോൾ ഉടമ്പടിയിലാണെങ്കിൽ ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട്. എന്താ കാര്യം? ഉടമ്പടിയിൽ നമ്മുടെ സാധാരണ ഒരു മനുഷ്യനെ ഈ എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത്, സാധാരണ എന്ത് ധ്യാനം നിങ്ങൾ കൂടിയാലും എന്ത് പ്രാർത്ഥന രീതി അവലംബിച്ചാലും അതെല്ലാം എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത് എക്സ്പ്രഷൻസ് വരുമ്പോൾ പ്രെയർ മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ ഒരു പുതിയ പുസ്തകം ആ ധ്യാനകേന്ദ്രത്തിൻ്റെ ഒരു പുതിയ പ്രാർത്ഥനാ പുസ്തകം കൂടി കിട്ടും. അതിൽ കുറച്ച് പുതിയ ഇൻറ്റൻഷൻസ് കൂടി ഉണ്ടാകുമെന്നും, പിന്നെ ഒരു ഉപവാസമോ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥന, ഇതൊക്കെയായിട്ടാണ് ഈ സംഭവം അവസാനിക്കുന്നത്. പക്ഷേ എല്ലാം ഹരിച്ച് കുണിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഗ്രോത്ത് ഉണ്ടായി? ആ പ്രെയർ മേഖലയിൽ ആണൊരു ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്, പ്രാർത്ഥനയിലാണ്. വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസിൽ പ്രാർത്ഥനയ്ക്ക് എത്ര % ഔട്ട്പുട്ടുണ്ട്? എനിക്ക് തോന്നുന്ന ഒരു 25% ഉള്ളൂ. വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻ, വിശ്വാസത്തിലാണല്ലേ വിഷയം മുഴുവൻ ഇരിക്കുന്നത്. നമുക്കൊരു ഇഷ്യൂ ഉണ്ടായി, നമുക്കൊരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ആണ് നമ്മൾ വിശ്വാസം എന്ന ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ എക്സ്പ്രഷൻസ് എന്താണ്? ഫസ്റ്റ് എക്സ്പ്രഷൻസ് എന്താണ്? വിശ്വാസത്തിൻ്റെ ആദ്യത്തെ പ്രകടരൂപം എന്താണ്? പ്രകടരൂപം പ്രാർത്ഥനയാണ്, അല്ലേ? അപ്പോൾ ചിലരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടും, അല്ലേ? ചിലർ പറയും ഞാൻ വിശ്വാസപ്രമാണം 51 പ്രാവശ്യം ചൊല്ലി എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടി, നിങ്ങൾ പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടിയാലും കർണക്കൊന്ത 100 പ്രാവശ്യം ചൊല്ലിയാലും നിങ്ങൾ ചെയ്യണത് എന്താ? പ്രാർത്ഥനയാണ്. ഇപ്പം ഒരു സാധനം തന്നെ കുടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പൊട്ടാസ്യം ഉണ്ടാവും, ഫോസ്ഫേറ്റ് ഉണ്ടാവും, ചിലപ്പോൾ മറ്റ് മിനറൽസ് ഒന്നും ഉണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ പാല് തന്നെ കുടിക്കാൻ, പാല് മാത്രം കുടിച്ചുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുക? കുറച്ച് കഴിയുമ്പോൾ കൊളസ്ട്രോൾ ഒന്ന് ചത്തുപോകും. അപ്പം അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ലാക്ടോജന് അല്ലെങ്കിൽ അതുപോലെയുള്ള കാൽഷ്യം ഉണ്ട്. ഇപ്പം കാൽഷ്യം മാത്രമാണ് പാല് മാത്രമാണ് ഒരു മനുഷ്യൻ കുടിക്കണമെന്നുണ്ടെങ്കിൽ എല്ല് മാത്രം ഉറച്ചിരിക്കും, മറ്റേ ഈ പേശികളെല്ലാം കിളുകളാണെന്നും പറഞ്ഞിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം പ്രോട്ടീൻ വേറെ വേണം എക്സ്ട്രാ ആയിട്ട്, അതിൻ്റെ അകത്തുള്ള മിനറൽസൊക്കെ വേറെ വേണം. പ്രാർത്ഥനയ്ക്കുണ്ടാകുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ദൈവസ്നേഹമുണ്ട്, ദൈവവിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, ഇത്രയും പുണ്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് ദൈവത്തിന് എന്താണ് നേട്ടം എന്നുള്ള വിഷയത്തിൽ വെച്ചാണ് പ്രാർത്ഥന മടങ്ങണത്. തിരിച്ചിങ്ങനെ കമ്പി മടങ്ങണ പോലെ മടങ്ങും. അതാണ് ഈ പ്രാർത്ഥനയുടെ പോയിൻ്റ് കുറയാൻ കാര്യം. നിങ്ങൾക്ക് പ്രാർത്ഥന എണ്ണം കൂട്ടിയാലും, വിശ്വാസപ്രമാണം 10,000 പ്രാവശ്യം ചൊല്ലിയാലും, പ്രാർത്ഥന എണ്ണം കൂട്ടിയാലും, ഈ അതിനകത്ത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന ദൈവിക പുണ്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടെങ്കിലും ദൈവത്തിന് ഇത് എന്തുകൊണ്ട് എന്താ പ്രയോജനം എന്നുള്ള വിഷയം വരുമ്പോൾ 0 മാർക്ക് വരും. കാര്യം ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം പ്രയോജനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതോറിറ്റി വർദ്ധിക്കണം, നിങ്ങളുടെ ആധികാരികത വർദ്ധിക്കണം. ആധ്യാത്മികത എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പേര് അധികാരമെന്നായിട്ട് മാറും. ആധ്യാത്മികത വളർന്നു കഴിഞ്ഞാൽ ആധ്യാത്മികത അതോറിറ്റിയായിട്ട് മാറും. നമ്മൾ കാണുന്ന ഭൗമിക അധികാരമല്ല, ദൈവികമായ ഒരു അധികാരം വരും. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ വക്താവായി നിന്നുകൊണ്ട് സംസാരിക്കാനുള്ള അനുവാദം ദൈവം തരും നമുക്ക്. അതുകൊണ്ടാണ് ചില ആൾക്കാർ, ഇപ്പം കഴിഞ്ഞ ദിവസം 2-3 കൊല്ലം മുമ്പ് ഒരു സാക്ഷ്യം ഞാൻ കേട്ടു. അപ്പോൾ ഈ ചേർത്തല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ.
ചേർത്തല ആശുപത്രിയിൽ ഒരു പ്രേക്ഷിത നിൽക്കാൻ അവിടെ എന്തോ കാര്യത്തിന് ഈ പത്രം കൊടുക്കാനൊക്കെ ചെന്നതാണ്. അപ്പോൾ ഒരു പെങ്കൊച്ചിനെ അവിടെ കണ്ടു. അപ്പോൾ ഈ പ്രേക്ഷിത ഇവരെ നേരത്തെ കണ്ടിട്ടില്ല. പക്ഷേ എന്നാലും പ്രേക്ഷിത ഈ പത്രം കൊടുക്കുന്നതിനിടയ്ക്ക് ഈ മകളോട് ചോദിച്ച്, മകളെ നീ എന്തിനാണ് വന്നത് ഇവിടെ എന്ന് ചോദിച്ചു. ഒരു കാര്യമില്ല ചോദിക്കാൻ, ആശുപത്രി വന്നുകൊണ്ടൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും പരിപാടി. പക്ഷേ ആ പ്രേക്ഷിതയ്ക്ക് ഇവരോട് അങ്ങനെ ചോദിക്കാൻ തോന്നി, മകളെ നീ എന്തിനാണ് ഇവിടെ വന്നത്? മിണ്ടുന്നില്ല, ഇവൾ മിണ്ടത്തില്ല. ഇവൾ അവിടെ നിൽക്കുന്ന വേറൊരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുക. അവരും മിണ്ടണില്ല. ഇവരുടെ ആൻറ്റിയാ മറ്റിയാണ്, അമ്മയുടെ അനിയെത്തിയ എന്തോ സംഭവമാണ്. അവരും മിണ്ടണില്ല. എന്തിനാണ്? ഇവളുടെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചിട്ട് ഒരു 4 മാസമേ ആയുള്ളൂ. അതിന് മുമ്പ് തന്നെ കുഞ്ഞിൻ്റെ പാല് കുടി തീരുന്ന മുമ്പ് തന്നെ അടുത്ത കുഞ്ഞിനെ പ്രഗ്നൻ്റായി. അങ്ങനെ അവർ പ്രതീക്ഷിച്ചില്ല. അത് പ്രതീക്ഷിച്ചില്ല. സാധാരണ പാല് കുടി തീരുമ്പോഴല്ലേ കുഞ്ഞുങ്ങളെയൊക്കെ രണ്ടാമത്തെ കുഞ്ഞിനെയൊക്കെ കിട്ടുന്നത്. ഇത് അതിന് മുമ്പ് പ്രഗ്നൻ്റായി. അപ്പോൾ ഇതിന് ഏക്കത്തില്ല ആരും ഏക്കണില്ല. ഈ രണ്ടാമത്തെ പ്രസവം എവിടെയാണ് വരേണ്ടത്? സാധാരണഗതി ചെറുക്കൻ്റെ വീട്ടിലാണ് വരേണ്ടത്. അപ്പോൾ ചെറുക്കൻ്റെ അമ്മ ഈ പ്രസവം ഏക്കത്തില്ല. എന്താ കാര്യം? അവളുടെ മകൾ പ്രസവിക്കാൻ വേണ്ടി അവിടെ ഒന്നിപ്പുണ്ട്. നമ്മൾ എന്തെല്ലാം ആശയങ്ങൾ പറഞ്ഞാലും ജീവിത സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ശരിക്കും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അമ്മായിയും ചെറുക്കൻ്റെ അമ്മനെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? അവരുടെ മകൾ പ്രസവിക്കാൻ വേണ്ടി വന്നിപ്പുണ്ട്. അപ്പോഴാണ് മരുമകൾ രണ്ടാമതും ഗർഭമായിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് ഇതിവിടെ നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നു? ഇവൾ ഇവിടുത്തെ വയറുമായിട്ട് ഇവളുടെ അമ്മയെടുത്ത് പോയി. അമ്മയെടുത്ത് ചെല്ലുമ്പോൾ അമ്മയുടെ മോന്ത അപ്പം തന്നെ മാറി. അത് തുലാമാസത്തിലെ കാർമേഘം വെക്കണ പോലെയായി. എന്താ കാര്യം? ഇവളുടെ അമ്മ പറയണത്, നിന്നെ ഇവിടെ പ്രസവിക്കാൻ കൊണ്ടുപോകാമെന്ന് നിർത്തിയതിൻ്റെ പേരിൽ എനിക്ക് 80,000 രൂപ കടമുണ്ട്. അതാണ് വിഷയം. ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇത് ഇവരെ കുറ്റം പറയാൻ പറ്റുമോ? ഞാൻ സേവയിൽ പോയാലേ ഈ കടം തീർക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം എനിക്ക് സേവയിൽ പോകണം. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? നീ ഇവിടെ വന്ന് പ്രസവിക്കാൻ പോയാൽ 160 പിന്നെ ഒരു 2 ലക്ഷം രൂപ കടമാകും. ഞാനെങ്ങനെ വിട്ടാനെ? അപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞത് ശരിയാ. ജീവിതത്തെ അതിൻ്റെ രീതികൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതാണ് ഈ കർത്താവ് പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾക്ക് മനുഷ്യനെ സഹായിക്കുന്ന എല്ലാം മനുഷ്യൻ്റെ അവസ്ഥകളാണത്. ഒരു മനുഷ്യനെ ഇതിൻ്റെ അടുത്ത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പെണ്ണിൻ്റെ അപ്പനെയും പറയാൻ പറ്റത്തില്ല, പെണ്ണിൻ്റെ അമ്മനെയും പറയാൻ പറ്റത്തില്ല, ചെറുക്കൻ്റെ അമ്മനെയും പറയാൻ പറ്റത്തില്ല. ചെറുക്കൻ നമുക്ക് വേറെയും പ്രശ്നമുണ്ട്. അവിടെ വെള്ളമില്ല, കുറവാണ് വെള്ളം. ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് തന്നെ വെള്ളമാണ്. അത് പിടിച്ച് വെച്ചിട്ട് അത് പൈപ്പിൽ വെള്ളം വരുമ്പോൾ 100 പേര് പൈപ്പ് തുറന്നിട്ട് ഇങ്ങനെ നൂല് പോലെ വെള്ളം വരും. അപ്പോൾ ഈ പ്രസവക്കാരൊക്കെ എങ്ങനെയാണ് ഈ വെള്ളം ആവശ്യമായ വെള്ളം കിട്ടുന്നത്? അപ്പോൾ അവർക്ക് മടുത്ത് അവർ വേറെ എവിടെയോ കിണറ്റിപ്പോയൊക്കെ കോരിയൊക്കെയാണ് ആദ്യത്തിന് പറഞ്ഞു വിട്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സങ്കടങ്ങളിൽ ഉള്ള മനുഷ്യരാണ് ഇവരെല്ലാവരും. നമുക്കിവർ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ കാര്യത്തിൽ ദൈവം ഒരു തീരുമാനം എടുക്കുക എന്നല്ലാതെ, പിന്നെ ദൈവമാണെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ വിഷയവും അതാണ് അങ്ങനെ പറയണത്. 6:32 കണ്ട എന്താ പറയണത്? എന്ത് മനോഹരമായ വചനമാണത്. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അറിയുന്നു. അതെനിക്ക് ഭയങ്കരമായൊരു വചനമാണത്. കർത്താവിനൊരു കൈയടിച്ച് നിങ്ങൾ കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തരുന്ന സ്വർഗ്ഗീയ പിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. മനുഷ്യാവസ്ഥകളെ, ഇതൊക്കെ ഇങ്ങനെയുള്ള മനുഷ്യാവസ്ഥകളെ ദൈവം വളരെ കൃത്യമായി ഈ മനുഷ്യാവസ്ഥകൾ കർത്താവിൻ്റെ കൺമുമ്പിലേക്ക് ഇത് എഴുതി വെക്കുമ്പോൾ
ഇതിന് ഭയങ്കരമായ രീതിയിൽ മാറ്റങ്ങളുണ്ടാവും. ഉടമ്പടിയിലാണെങ്കിൽ ഇതിന് 1000 പരിഹാരമാണ് വരണത്. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞു വരേണ്ട കാര്യം, ഇപ്പോഴേ ചെറുക്കൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് പെണ്ണിൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് പിന്നെ ചെറുക്കനോട് പറഞ്ഞപ്പോഴേ ഇത് നടക്കത്തില്ല കേട്ടോ, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു നീ അതിനെക്കൊണ്ട് കളയാൻ പറഞ്ഞു. അങ്ങനെ ആൻറ്റിനെ ചട്ടം കെട്ടി അബോർഷന് വേണ്ടി ഗവൺമെൻറ് ആശുപത്രി വന്നിരിക്കുക. ഇതാണ് വിഷയം. ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ കൊച്ച് ഒരു ജീവൻ വഴിയാധാരമായി. ഇതിൻ്റെ റിസ്ക് ആർക്കും എടുക്കാൻ പറ്റണില്ല. ചെറുക്കൻ്റെ വീട്ടിലെടുക്കാൻ പറ്റണില്ല, പെണ്ണിൻ്റെ വീട്ടിലെടുക്കാൻ പറ്റുന്നില്ല. കൊച്ചിനെ കൊല്ലാൻ അവർ തീരുമാനിച്ചു. അപ്പം ചില ആൾക്കാർക്ക് ഈ ഇരുന്ന് പെട്രോളിനൊരു പ്രശ്നമുണ്ട്. പെട്രോള് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിങ്ങനെ ഇരുന്ന് ആവിയായി പോവും. ഇതുപോലെ മനുഷ്യന്മാർക്ക് ഇരുന്ന് ആധ്യാത്മിക ശൈത്യം സംഭവിക്കും. അതായത് ദൈവം നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി തരുന്ന സംഭവങ്ങളെ ചില ആൾക്കാർ അത് താഴ്ചക്കാക്കി മാറ്റിക്കളയും. ഇപ്പോൾ എല്ലാവരും തോറ്റില്ലേ ഇതിൻ്റെ അകത്ത്? ഒരു കുഞ്ഞ് ജനിക്കാൻ പോണെന്ന് കണ്ടപ്പോഴേ എല്ലാവരും കൈ ഒഴിഞ്ഞതിൻ്റെ അകത്ത്. ഇനി ഇവർ പള്ളിയിൽ പോവുകയും ചെയ്യും, കുമ്പസാരിക്കുകയും ചെയ്യും, കുർബാന സ്വീകരിക്കുകയും ചെയ്യും, പറഞ്ഞ ഉടമ്പടി പുതുക്കുകയും ചെയ്യും. ഇവരുടെ ജീവിതവും ഉടമ്പടിയും തമ്മിൽ ടാലിയാകണില്ല. അതാണ് പ്രശ്നം. ഇതൊക്കെ ഭംഗിവാക്ക് പറഞ്ഞെങ്കിലും ഒരു കുരിശ് വന്നപ്പോഴേ അവർ കർത്താവിനെ മറന്നു. അതാണ് വിഷയം. കർത്താവിനെ മറന്നു. ഇതിൻ്റെ അകത്ത് പറയണത് ഉള്ള ഈ വിഷയം എന്ന് പറഞ്ഞാൽ, അതായത് ഇരുന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയം വന്നാൽ ദൈവത്തോട് 500 കാര്യം ചോദിക്കും, ദൈവം നമ്മളോട് ഒരു കാര്യം ചോദിക്കും. അതാണ് വിഷയം. ദൈവത്തോട് നമ്മൾ 500 കാര്യം ചോദിക്കും, ദൈവം നമ്മളോട് ഒരു കാര്യം ചോദിക്കും. ഞാൻ 500 കാര്യം നിങ്ങൾക്ക് സാധിച്ചു തരാം, പക്ഷേ എനിക്ക് നിങ്ങളോടൊരു ആവശ്യമുണ്ട്. ആ കുഞ്ഞിനെ കൂടി ഒന്ന് അക്കോമഡേറ്റ് ചെയ്യണം. കൊന്നെന്ന് പറഞ്ഞ ഇവർ 500 കാര്യം വാങ്ങിച്ചുകൊണ്ടിരിക്കും, പക്ഷേ ഒരു കാര്യം ചെയ്യത്തില്ല. ഇതാണ് ഇരുന്ന് അധികാരം പോണവർ. പല ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ആധ്യാത്മിക ദുരന്തം ഇതാണ്. വെറുതെ ഇരുന്ന് ആധ്യാത്മിക അധികാരം നഷ്ടപ്പെടും. വെറുതെ ഇരുന്ന് നിങ്ങളൊന്ന് ഒരു കൊല്ലം വെറുതെ ജീവിച്ചാൽ മതി, നിങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം ഉണ്ടായ പവർ ഇന്നുണ്ടാകത്തില്ല. നിങ്ങൾക്കിങ്ങനെ ഒരു കൊല്ലം വെറുതെ ജീവിച്ചാൽ മതി, ഒന്നും ചെയ്യാതെ ജീവിച്ചാൽ മതി. പക്ഷെ ഇരുന്ന് നമ്മുടെ പവർ പോകും. എന്താ കാര്യം? നമ്മൾക്ക് ദൈവം തരുന്ന ഡെയിലി ബ്രെഡ്, അന്നു വേണ്ട ആഹാരം പോലെ തരുന്ന സാധനങ്ങൾ നമ്മളതിനെ തട്ടിക്കളയും. ഇത് കാരണം ബൈബിൾ എന്ത് പറയും? ബൈബിൾ പറയും നിങ്ങൾ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യരാകണമെന്ന് പറയും. ഈ പഴയ മനുഷ്യന്മാരാണ് ഇത് തട്ടിക്കളയണത്. അപ്പോൾ പഴയ മനുഷ്യരായി കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഉദ്ദേശിക്കുന്നത് നമുക്ക് ആനുകൂല്യങ്ങൾ തരുമ്പോൾ തന്നെ അടുത്ത ആനുകൂല്യം തരുന്നതിന് മുമ്പ് നമ്മളോട് പറയും നിങ്ങളെന്ത് ചെയ്യണം, ആ പഴയ മനുഷ്യനെ മാറ്റാൻ പറയും. ഇപ്പം നമ്മളെയുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പഴയ മനുഷ്യൻ ആണ് പിന്നെയും വരണത്. നിങ്ങൾ 45-ാമത്തെ വയസ്സിൽ എന്ത് സ്വഭാവം കാണിച്ചിരുന്നോ അതുതന്നെയാണ് 65-ാമത്തെ വയസ്സിലും കാണിക്കുന്നത്. ആപ്പിശിക്കും അതുപോലെ അർത്ഥയ്ക്കുപ്പ് തേക്കാത്ത പരിപാടികളും ആൾക്കാരോട് മാന്യതയില്ലാതെ സംസാരിക്കുന്നതും 45-ാമത്തെ വയസ്സിൽ എങ്ങനെ സംസാരിച്ചു അത് തന്നെ 65-ാമത്തെ വയസ്സ് സംസാരിക്കണമെങ്കിൽ ഗ്രോത്തില്ല. ഇതിൻ്റെ അകത്ത് ഇത് ഗ്രോത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് എന്ത് ചെയ്യണം, നിങ്ങളെ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ, ഇതിനെന്ത് പറയും, പഴയ മനുഷ്യനെ. ആ വചനം എടുത്ത് 3:11-12 കൊളോസ്യൻസ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൊളോസ്യോസ് 3:9-10 തിരുവചനം. പഴയ മനുഷ്യനെ
പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മൻഡേറ്ററി ആയിട്ടുള്ള ഒരു കമാൻഡ് എന്ന് പറയണത്, നിങ്ങൾ ക്രൊണോളജിക്കലായിട്ട്, അതായത് വർഷത്തിനൊപ്പം വയസ്സ് വർദ്ധിച്ചു വരുമ്പോൾ ആ പഴയ മനുഷ്യനെ അതിൻ്റെ ചെയ്തികളോട് കൂടെ ദൂരെ എറിയണം. അല്ല ഉടമ്പടിയുടെ കളറ് മാറ്റിയിട്ട് കാര്യമില്ല. അവിടെ വിഷയം ഉടമ്പടി പുതുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതുക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു പുതുക്കലുണ്ട്. അത് പേപ്പറിൻ്റെ പുതുക്കലല്ല, മറിച്ച് എന്താണ്? സ്വഭാവത്തിൻ്റെ പുതുക്കലാണ്. ഈ സ്വഭാവം ഒരു ഭയങ്കര സീരിയസാണ്. കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ മാസം അതിനെക്കുറിച്ച് കണ്ടിരുന്നു. കാര്യം ബൈബിൾ പറയണത് നമ്മുടെ സ്വഭാവം എന്താണെന്നൊന്ന് ബൈബിള് പറയണതിന് മുമ്പ് പറയും, നിങ്ങൾ ദൈവസ്വഭാവത്തിലേക്ക് വരാൻ പറയും. നമ്മുടെ സ്വഭാവം എന്താണെന്നതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യുന്നതിന് മുമ്പ് ബൈബിൾ വളരെ പോസിറ്റീവായിട്ട് പറയും, നിങ്ങൾ ദൈവസ്വഭാവത്തിലേക്ക് വരാൻ പറയും. അത് 2:10-1-4 വായിച്ചേ. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന്. ഇത് വിഷയം കണ്ട എന്താ പറഞ്ഞിരിക്കണത്? ദുരാശ മൂലം ഒന്ന് പറഞ്ഞ ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തന്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പൊ വാഗ്ദാനം നൽകിയിരിക്കുന്നു എന്നല്ല പറയണത്. 2:10 1-4 വാഗ്ദാനം നൽകിയിരിക്കുന്നു. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താ? ഉടമ്പടിയാ ശരിക്കും വാഗ്ദാനം എന്ന് പറയണത്. ഉടമ്പടി നൽകിയിരിക്കുന്നതാണ് പറയണത്. അപ്പം അതറിയണമെങ്കിലേ, അതായത് നമ്മുടെ സങ്കീർത്തനം 105 എടുത്ത് 105:8 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 105:8. സങ്കീർത്തനം 105:8. അവിടുന്ന് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. തന്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും. അപ്പൊ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും, തന്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർപ്പിക്കും. അപ്പോൾ ഉടമ്പടിയും വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് തന്നെയാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ എന്താണ്? വാഗ്ദാനങ്ങളെ നമ്മൾ അർഹരാക്കുകയാണ്. ദൈവം നമുക്ക് മനുഷ്യരാശിക്ക് കൊടുത്തിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിത രീതി, ജീവിത അവസ്ഥകളനുസരിച്ചുകൊണ്ട് 8000 സിസ്റ്റം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ഒറ്റ ഉടമ്പടി കൊണ്ട് 8000 വാഗ്ദാനങ്ങളിൽ നമ്മൾ അവകാശികളാക്കുകയാണ് നമ്മളെ. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഇപ്പം അത് 5:9 എന്ന് വായിച്ചേ. 105:9. അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി ഇസ്ഹാക്കിന് ശപഥപൂർവം നൽകിയ വാഗ്ദാനം തന്നെ. ഉടമ്പടി വാഗ്ദാനം തന്നെ എന്നല്ലേ പറയണത്. ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണത്? വാഗ്ദാനം നമ്മൾ പ്രാപിക്കുകയാണ്. ഈ വാഗ്ദാനം അലപരാധികൾക്കും ജഡിക സന്തതികൾക്കും വാഗ്ദാനം പ്രാപിക്കാൻ പറ്റത്തില്ല. അവിടെ വെച്ചാണ് ഉടമ്പടി പുതുക്കി വരണത്. അലപരാധി ജീവിതമുള്ളവർക്കും ജഡിക ജീവിതം ഉള്ളവർക്കും ഉടമ്പടിയുടെ വാഗ്ദാനം പ്രാപിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ പല കാര്യവും നടക്കാത്തതിൻ്റെ കാര്യം അതാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ആ ഉടമ്പടി എടുത്ത കാലത്ത് എന്ത് സ്വഭാവമായിരുന്നു അതുതന്നെ ഇപ്പോഴും. പിന്നെ എങ്ങനെയാണ് വാഗ്ദാനം പ്രാപിക്കണത്? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഉടമ്പടി പുതുക്കുന്നതിന് ആനുപാതികമായിട്ട് എങ്ങനെയാണ് വരണമെന്ന് വെച്ചാൽ, ഈ വാഗ്ദാനം പ്രാപിക്കുന്നതനുസരിച്ച് ദൈവസ്വഭാവം
ആൾ ആർജിച്ചുകൊണ്ടേ ഇരിക്കണം. അതാണ് 2 പത്രോസിന്റെ 1:4 ഒന്നുകൂടി വായിച്ചേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ. വിനാശം ഉണ്ടാകണത് എങ്ങനെയാണ്? വിനാശം ഉണ്ടാകണത് എങ്ങനെയാണ്? ദുരാശ മൂലമാണ്. കണ്ടില്ലേ? ദുരാശ മൂലമാണ് വിനാശം ഉണ്ടാകുന്നത്. അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ വിനാശം ഉണ്ടാകാം, സമാധാനക്കുറവുണ്ടാകാം. വിനാശം എന്ന് ബൈബിൾ പറയുന്നുണ്ടെങ്കിലും അത് പൊതുവെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള വിനാശമാണ് അനുഭവിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി ചെയ്തത് UK പോകാനാണ്. അപ്പോൾ UK കാര്യങ്ങൾ സെറ്റായപ്പോൾ തന്നെ കൂട്ടുകാരത്തി പറഞ്ഞ് ആസ്ട്രേലിയയിൽ പോകാമെന്ന് പറയും. പിന്നെ ഞാൻ ആസ്ട്രേലിയയിലേക്ക് പോയത്. അവിടുന്ന് പണിയും പഠിച്ച് തിരിച്ചു വന്നിരിക്കുന്ന ആൾ. ദുരാശ. ഉടമ്പടി വേറെ. അപ്പം ദുരാശകൾ ഇങ്ങനെ മാറും മനുഷ്യനെ. ദുരാശ മൂലമാണ് വിനാശം ഉണ്ടാകുന്നത്. ഉടമ്പടി ചെയ്ത് UK പോകാനാണ്. പക്ഷേ ഉടമ്പടി അത് ദൈവത്തെ പ്രോസസ് ചെയ്തിരിക്കുമ്പോൾ പിശാസിന് വേറെ ആരാണ്ട് വന്ന് പറഞ്ഞ് ആസ്ട്രേലിയയാണ് ഇതിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞു. ഉടനെ ഇവള് ആസ്ട്രേലിയയിലേക്ക് വണ്ടി തിരിച്ചു വിട്ട് അത് കുളമായി നാശകൊണ്ടാരിയായി തിരിച്ചു വന്നു. അതാണ് വിനാശം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്തുമല്ല, ദുരാശ മൂലമാണ് വിനാശം വരണത്. കണ്ട, എപ്പോഴും നമ്മൾ നോക്കുക, നമ്മുടെ ഈ ആശകളുടെ ഉള്ളിൽ പലപ്പോഴും ആശ എന്ന് പറഞ്ഞ പല കാര്യവും ആഗ്രഹമായിരിക്കത്തില്ല, ദുരാശയിരിക്കും. ദുരാശ മൂലം ലോകത്തിന് വിനാശം എന്നാണ് പറയുന്നത്. ലോകത്തെ നിങ്ങളുടെ ജീവിതത്തിന് ആർക്കെങ്കിലും ഒരു ദുരാശ വന്നാൽ സ്വാഭാവികമായിട്ടും വിനാശം ഉറപ്പാണ്. ഇപ്പോഴെന്താ വിഷയം എന്ന് പറയണത്? ഇതിനൊക്കെ എല്ലാം അത് നമുക്കിങ്ങനെ ഒരു അനുഷ്ഠാന ക്രമത്തിൻ്റെ ഭാഗമായി ഒരു എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് എഴുതി കെട്ടിത്താദ്യം പോയി തോന്നിവാസം പോലെ ജീവിച്ച് ദൈവത്തിനെ അനുഗ്രഹം അടിച്ചു മാറ്റാവുന്ന ഒരു വ്യാമോഹം ആർക്കും ആവശ്യമില്ല, നടക്കത്തില്ല. ഇതോടുകൂടി നിങ്ങളുടെ ഒരു തകർച്ച തുടങ്ങുകയാണ്. എന്താ കാര്യം? നിങ്ങൾ ദൈവത്തിനെ പറ്റിച്ച് ദൈവത്തിനോട് ചെയ്ത വാഗ്ദാനം പാലിക്കാതെ പഴയ വഴികളിൽ തന്നെ നിങ്ങൾ ജീവിക്കുകയാണ്. അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. വെളുക്കാൻ തേക്കണത് പാണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു വിഷയമെന്ന് പറയണത് ഇതിൻ്റെ ഒപ്പം തന്നെ ദൈവിക സ്വഭാവത്തിലേക്ക് വ്യക്തി ഉടമ്പടിയല്ലേ, ദൈവത്തോടല്ലേ ചെയ്യണത്. നിങ്ങൾ ഉടമ്പടി ചെയ്യണ കാലത്ത് ഉടമ്പടി ചെയ്യാൻ അർഹതയില്ലാത്തവരാണെന്ന് ഓർത്തേക്കണം. ദൈവത്തോട് ഉടമ്പടി ചെയ്യണമെങ്കിൽ ദൈവത്തോട് ദൈവിക സ്വഭാവമുള്ളവർക്കേ പറ്റത്തുള്ളൂ. കാരണം ദൈവത്തോടല്ലേ ഉടമ്പടി ചെയ്യണത്. ചെകുത്താനും ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ പറ്റുമോ? അപ്പം ദൈവ സ്വഭാവം വേണം ഇതിൻ്റെ അകത്ത്. അതാണ് 2 പത്രോസ് 1:4 പറയണത്. ആ ദൈവസ്വഭാവം ഒന്നിനു വായിച്ചേ. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തന്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ദൈവസ്വഭാവത്തെ കുറിച്ച് ഒന്നുകൂടി പറഞ്ഞേ. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന്. അപ്പൊ ഈ ഉടമ്പടിയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടമ്പടി ചെയ്യണ സമയത്ത് നിങ്ങൾ ഒരു ലോകത്തനമല്ല ആയിരിക്കും. ഈ ഉടമ്പടി ക്രിസ്തുവിൽ ഒരു വ്യക്തി വളരുന്നതിന് വേണ്ട പ്രോസസ്സിങ്ങിൻ്റെ വിഷയമാണ്. മരമറിയാതെ ഒന്നും കൊടിയിടരുത്. ഞാൻ നിങ്ങളുടെ അടുക്കുന്ന ഒളിച്ചോട്ടൊന്നുമില്ല. കറക്റ്റായിട്ട് ക്രിസ്തുവിൽ വളരാൻ വേണ്ടിയുള്ള സംവിധാനമാണിത്. അതായത് എന്നിട്ട് ദൈവിക സ്വഭാവത്തിലേക്ക് വ്യക്തി വരണം പതുക്കെ. അല്ല നിങ്ങളിങ്ങനെ ലോകത്തന്മാരെ പോലെ ജീവിച്ച് പണ്ടത്തെ തട്ടിപ്പും വെട്ടിപ്പും ആൾക്കാരുടെ കടുത്തേക്ക് ഏറ്റവും തോന്നിവാസമൊക്കെ ആയിട്ട് ജീവിച്ചിട്ട് ഏതെങ്കിലും ഇങ്ങനെ ഉടമ്പടി വന്ന് ഈ പപ്പങ്ങ കുത്തിയിടണ പോലെ അനുഗ്രഹം കുത്തിയിടാനൊന്നും പറ്റത്തില്ല. ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. അതുപോലെ ഓരോ അടിക്കടി ഉടമ്പടി പുതുക്കുമ്പോഴും ഈ വ്യക്തി ദൈവിക സ്വഭാവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കണം. ദൈവിക സ്വഭാവത്തിൽ പങ്കെടുക്കുന്നതനുസരിച്ച് നമുക്കറിയാൻ പറ്റും. എങ്ങനെ വരാൻ പറ്റും? അധികാരം വർദ്ധിക്കും.
ഒരു വ്യക്തി ദൈവിക സ്വഭാവത്തിലാണ് പോകണമെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് അധികാരം വർദ്ധിക്കും. എന്തധികാരമാണ്?